നമസ്കാരം, ടേസ്റ്റി ക്യൂൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തനി നാടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റാഗി അല്ലെങ്കിൽ പഞ്ഞിപ്പുല്ലെന്ന് പറയും. അപ്പോൾ അത് വെച്ചിട്ട് ഒരു റെസിപ്പിയാണ്, ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നോമ്പൊക്കെ വരുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റും, എല്ലാവർക്കും. കാരണം പകല് മൊത്തവും നമ്മൾ ഫുഡ് കഴിക്കാതിരുന്നിട്ട് വൈകിട്ടാകുമ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്താ പറയുക, ആ ഒരു കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിന് പകരം നമുക്ക് ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് ഫസ്റ്റ് കുടിച്ചിട്ട് നമുക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് അതിലെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ 1 കപ്പാണ് വേണ്ടിയത്. ഇപ്പോൾ ഞാനിവിടെ ഒരു 5 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 5 സ്പൂൺ തികഞ്ഞിട്ടുണ്ട്. 5 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. അത് നമ്മൾ വെള്ളം ഒഴിച്ച് കലക്കും. 1 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് കലക്കി നോക്കും. കട്ട കെട്ടാതെ നമ്മളിത് കലക്കിയെടുക്കും. നമ്മളിതിലേക്ക് അടുത്തായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. ഇപ്പോൾ ചെറിയ ഉള്ളി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉപയോഗിക്കാതിരിക്കാം, സവോള തന്നെ ഉപയോഗിച്ചാൽ മതി. ഇപ്പം ഞാനിതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ മതിയാവും. ചെറിയ ഇപ്പം നമ്മൾ കുറച്ച് പച്ചമുളക് നമുക്ക് ആവശ്യത്തിന് മതി. കുറച്ച് നമ്മളിപ്പോൾ ഇതൊക്കെ നമ്മുടെ കൈയളവാണ്. നമുക്ക് എരിവ് എത്ര വേണം അതിനനുസരിച്ചിട്ട്. അപ്പം മല്ലിയില നമ്മളിപ്പോൾ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ഇതിനായി നമ്മൾ അതിലേക്ക് അടുത്തതായിട്ട് പൊടിയാണ് ചേർക്കുന്നത്. ചുക്കുപൊടി ഒരു പിഞ്ച് മതി, ഒത്തിരി വേണ്ട. ജീരകം 1 പിഞ്ച്, ജീരകപ്പൊടി 1 പിഞ്ച്. അപ്പോൾ ഇത്ര ഇട്ടിട്ട് നമ്മൾ ഉപ്പിട്ടിത് കലക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് നമ്മൾ ആദ്യം ഇപ്പോൾ കുറച്ച് ഉപ്പേ ഇട്ട് കൊടുക്കത്തുള്ളൂ, കൂടുതലിടത്തില്ല. കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മളിതൊന്ന് കലക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് കലക്കിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ജീരകവും ചെറിയ ഉള്ളിയും ജീരകപ്പൊടിയും ചുക്കുപൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ലതായിട്ട് ആ ചെറിയ ഉള്ളി എല്ലാം കൂടെ കിടന്നിട്ട് നല്ലതായിട്ട് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇളക്കി കഴിയുമ്പോൾ നമ്മൾ തവി ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അടിയിൽ നമുക്കിങ്ങനെ പൊടി ഇങ്ങനെ കട്ടിക്കിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം. ആദ്യമേ നമ്മൾ ഒത്തിരി വെള്ളത്തിൽ ഇത് കലക്കത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുകയാണ്. ഞാനിത് ഇളക്കുമ്പോൾ എനിക്കത് ഇളക്കി നോക്കിയപ്പോൾ കുറച്ച് വെള്ളവും കൂടെ വേണം തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തു. 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തു. കലക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് കലക്കി റെഡിയാക്കി ഇത് വെച്ചിട്ടാണ് പിന്നെയാണ് നമ്മൾ സ്റ്റൗ കത്തിക്കുന്നത്. നമ്മളിപ്പോൾ സ്റ്റൗ കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 2-3 മിനിറ്റ് നമ്മൾ നല്ല തീയിൽ വെക്കും. ചട്ടി ഒന്ന് നല്ല ചൂടായി വരണം. ഇപ്പോൾ സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ വേറെ പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തീ കൂടുതലായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് ചെറിയ തീയിലിട്ട് ചെയ്യാം. ഇതിപ്പോൾ ചട്ടി ആയതുകൊണ്ട് ചട്ടി ഒന്ന് ചൂടായി വരാൻ ടൈം എടുക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ചൊന്ന് തീ കൂട്ടി വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇത് നല്ല ഇങ്ങനെ കുറുകി വരണം. കുറുകി വന്നു കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ കിടന്നിട്ട് നല്ല ഒരു ഇതാണ്. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളിത് കുറച്ച് പഞ്ചസാര ഇട്ട് അല്ലെങ്കിൽ ശർക്കര ഇട്ടിട്ട് നമ്മൾ കുറുക്കി കഴിക്കുക അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുക, അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ കർണാടകയിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അവരിതിന് അമ്പിളി എന്നാണ്. ഷുഗറൊക്കെ കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ രാവിലെ 1 ഗ്ലാസ് കഴിച്ചാൽ മതി. നമുക്ക് ആ ഫുഡ് കഴിച്ചെന്നുള്ള ഇത് കിട്ടുകയും ചെയ്യും, അവരുടെ ഷുഗർ കൂടുകയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്, പ്രോട്ടീന് എല്ലാം, ഒത്തിരി കാൽഷ്യം എല്ലാം ഇതിൽ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ റാഗി നമ്മൾ കുറുക്കി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് സെർവ് ചെയ്യാൻ പോവുകയാണ്. ഈ ടൈമിലാണ് നമ്മളത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മോര് നമ്മളിതിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഞാൻ റാഗി ഇവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഈ നമ്മൾ എടുക്കുന്ന ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇതിങ്ങനെ നമ്മൾ ഒഴിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു അളവുണ്ട്, നമ്മൾ ആ ഒരു ഇത് മിക്സിങ്ങിൻ്റെ ഒരു അളവുണ്ട്. ഗ്ലാസ് കണ്ടില്ലേ, 3/4 ഗ്ലാസ് കുറുക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 2 പീസ് മുളക് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. എന്നാലും മുളക് ആവശ്യമില്ലാത്തവർ ഇടണ്ട. ഇതിലേക്ക് കുറച്ച് മല്ലിയില,
ഒരു പിഞ്ച് മല്ലിയില, ഒരു കുറച്ച് സവോള അരിഞ്ഞത്, കുറച്ച് മതി. ഇത് നമ്മളൊരു കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ? ഇതിലേക്കാണ് നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന മോര്. അപ്പം ഞാൻ ഈ മോര് കുറച്ച് ഉപ്പിട്ടിട്ടാണ് അടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പുളി ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മോര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും. കണ്ടില്ലേ? നിങ്ങളെല്ലാവർക്കും ഉപയോഗിക്കാം, ഹെൽത്തിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നമ്മൾ കഴിക്കുമ്പോഴേ നമുക്ക് ആ ഒരു ടേസ്റ്റ് മനസ്സിലാവത്തുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ മോരിൽ ഉപ്പിട്ടത് കൊണ്ട് ഞാൻ ഇതിനകത്ത് മോരിടുന്നില്ല. അപ്പോൾ നമ്മുടെ ഡാൽഗോണ അമ്പിളി കണ്ടില്ലേ? ഇതിന് അമ്പിളി അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ? ഇത് തൈര് പഞ്ചസാര ഇട്ട് കലക്കി വെച്ചിരിക്കുകയാണ്. തൈര് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ നല്ലതായിട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല കട്ടി തൈരിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ അതിലേക്ക് ഒരു പിഞ്ച് ജീരകപ്പൊടി, അപ്പോൾ ഞാൻ എൻ്റെ മോൾക്കാണ് കൊടുക്കുന്നത്. എൻ്റെ മോള് കഴിച്ച് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ എൻ്റെ മോള് കഴിച്ച് നോക്കാൻ പോവുകയാണ്. മോളിപ്പോൾ തൈരും പഞ്ചസാര ഇട്ട് നല്ല മധുരമായിട്ടുള്ളതാണ് കുടിക്കുന്നത്. എങ്ങനെയുണ്ട്? നല്ലുണ്ടോ? മധുരമാണോ? എന്താ ടേസ്റ്റ്? എന്താ? എരിവും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലതാണ്. കൊള്ളാവോ? അപ്പോൾ എല്ലാ കുട്ടികളും ഉണ്ടാക്കി നോക്കണമെന്ന് പറഞ്ഞ്. ഇത് എല്ലാ കുട്ടികളും ഉണ്ടാക്കി നോക്കണേ. നല്ല മധുരവും എരിവും ഇത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയുക.